രാമായണം ആദ്യ കാവ്യകഥയിലേക്ക് ഏവർക്കും സ്വാഗതം. സദാനന്ദ മഹർഷി ശ്രീരാമനോട് വിശ്വാമിത്ര മഹർഷിയുടെ ചരിത്രം പറയുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാമിത്രൻ രാജാവായിരുന്ന കാലത്ത് വസിഷ്ഠന്റെ ആശ്രമത്തിൽ ഒരിക്കൽ ചെന്നു. 10,000 വരുന്ന സൈന്യങ്ങൾക്കുൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യ വസിഷ്ഠൻ നൽകി. ആ വിഭവങ്ങളൊക്കെ നൽകിയത് കാമധേനുവെന്ന ആശ്രമ പശുവാണ്. ഈ പശുവിനെ വേണമെന്ന് രാജാവായ വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊന്നിനും പകരമായി ഞാൻ കാമധേനുവിനെ തരികയില്ലെന്ന് വസിഷ്ഠൻ പറഞ്ഞു. വാക്കുതർക്കമായി. ഒടുവിൽ പശുവിനെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുപോകാൻ വിശ്വാമിത്രൻ ഒരുങ്ങിയപ്പോൾ വസിഷ്ഠന്റെ അനുമതിയോടെ തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ടു വന്ന പടയാളികൾ വിശ്വാമിത്ര സൈന്യത്തോട് ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തി. വിശ്വാമിത്രന്റെ ഒരു പുത്രനൊഴികെ എല്ലാ മക്കളും ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. തനിക്ക് ബ്രഹ്മബലം ഇല്ലാത്തതിനാലാണ് പരാജയം സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാമിത്രൻ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ സമ്പാദിച്ചു. വരബലത്താൽ ഗർവോടെ വസിഷ്ഠന്റെ ആശ്രമത്തിൽ പ്രതികാരദാഹിയായി വിശ്വാമിത്രൻ എത്തി. വസിഷ്ഠൻ അത്യുഗ്ര കോപത്തോടെ ദണ്ടുയർത്തിപ്പിടിച്ച് അങ്ങനെ നിന്നു. തുടർന്ന് കേൾക്കുക. മല പോലെ ഇളകാതെ നിൽക്കുന്ന വസിഷ്ഠനെ കണ്ട് വിശ്വാമിത്രനിൽ കോപം ആളിക്കത്തി. മഹാശക്തനായ വിശ്വാമിത്രൻ വസിഷ്ഠന്റെ നേർക്ക് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ബ്രഹ്മദണ്ടുയർത്തി വസിഷ്ഠൻ പറഞ്ഞു, ക്ഷത്രിയ നായക, ഞാനിതാ നിൽക്കുന്നു. അങ്ങയുടെ കരുത്ത് മുഴുവൻ കാണിക്കേ. ഹേ ഗാധിപുത്ര, അങ്ങയുടെയും പഠിച്ച ശസ്ത്രാസ്ത്രങ്ങളുടെയും ഗർവ് ഞാനിതാ അടക്കുന്നു. ക്ഷത്രിയന്റെ നിസാരമായ ബലമെവിടെ? ബ്രഹ്മബലത്തിന്റെ മഹത്വം എവിടെ? എന്നിലുള്ള ദിവ്യമായ ബ്രഹ്മശക്തിയെ ഹേ ക്ഷത്രിയാധമ നീ കണ്ടാലും. കത്തിയെരിഞ്ഞുകൊണ്ട് ആഗ്നേയാസ്ത്രം വസിഷ്ഠ മഹർഷിക്കു നേരെ വന്നു. എന്നാൽ ജലമധ്യത്തിൽ വീണ തീക്കൊള്ളി പോലെ ബ്രഹ്മദണ്ഡ ജ്യോതിസിനാൽ ആഗ്നേയാസ്ത്രം കെട്ടുപോയി. ക്രുദ്ധനായ വിശ്വാമിത്രൻ വാരുണം, ഐന്ദ്രം, പാശുപതം, ഐശീകം തുടങ്ങിയ മഹാസ്ത്രങ്ങൾ വസിഷ്ഠനു നേരെ വിട്ടു. ഉയർത്തിപ്പിടിച്ച ബ്രഹ്മദണ്ഡിന്റെ ശക്തിയാൽ അതെല്ലാം നിർവീര്യമായി പോയി. പിന്നെയും അത്യുഗ്ര കോപത്തിൽ വിശ്വാമിത്രൻ പല മാരക ആയുധങ്ങളും വിട്ടു. ഒരു പോറല് പോലും വസിഷ്ഠനിൽ ഏൽപ്പിക്കാൻ ആ ആയുധങ്ങൾക്ക് സാധിച്ചില്ല. ഒടുവിൽ ബ്രഹ്മാസ്ത്രം ജപിച്ച് വിശ്വാമിത്രൻ വസിഷ്ഠനു നേരെ വിട്ടു. അത് കണ്ട് സകല ദേവന്മാരും പരിഭ്രാന്തരായി. 3 ലോകങ്ങളും ആകെ നടുങ്ങി. എന്നാൽ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മതേജസ്സിനാൽ ഭഗവാൻ വസിഷ്ഠന്റെ യോഗദണ്ഡ് വിഴുങ്ങി. ഉണ്ണി രാമ, ബ്രഹ്മനന്ദനന്റെ രൂപം ആകെയൊന്നു മാറി. 3 ലോകത്തെയും മോഹിപ്പിക്കുന്ന ഘോരതരമായൊരു ആകൃതി വിശേഷമാണ് ബ്രഹ്മാസ്ത്രം തന്നിലേക്ക് ലയിച്ചപ്പോൾ വസിഷ്ഠമാമുനിക്ക് ഉണ്ടായത്. രോമകോപങ്ങളിൽ നിന്നെല്ലാം അഗ്നിസ്ഫുലിംഗങ്ങൾ പുകഞ്ഞ് ആളിക്കത്തുന്ന തീയിൽ നിന്നെന്ന പോലെ പുറപ്പെട്ടു. ബ്രഹ്മർഷിയുടെ കയ്യിലെ യോഗദണ്ഡ് ജ്വലിച്ചു നിന്നു. ധ്യാനത്തോടെ നിൽക്കുന്ന ഭഗവാൻ വസിഷ്ഠനെ മഹർഷിമാർ സ്തുതിച്ചു തുടങ്ങി. ഭഗവാനെ, അവിടുന്ന് ശ്രേഷ്ഠനാണ്. അമേശക്തനായ വിശ്വാമിത്രനെ അവിടുത്തെ ബ്രഹ്മതേജസ് നിഗ്രഹിച്ചു. അവിടുന്ന് പ്രസാദിക്കണേ. 3 ലോകങ്ങളുടെയും ദുഃഖമകറ്റണേ. മാമുനീന്ദ്രന്മാരുടെ പ്രാർത്ഥന കേട്ട് വസിഷ്ഠൻ കോപമടക്കി ശാന്തനായി. അദ്ദേഹം യുദ്ധത്തിൽ നിന്നു പിന്മാറി. പരാജയം സമ്മതിച്ച വിശ്വാമിത്രൻ തല താഴ്ത്തി നിന്നു. തുടരെ തുടരെ നെടുവീർപ്പെട്ടു. ഛേ, ക്ഷത്രിയന്റെ ബലം എത്ര നിസ്സാരമാണ്. ബലം എന്ന് പറയുന്നത് ബ്രഹ്മബലമാണ്.
ഒരൊറ്റ ബ്രഹ്മദണ്ഡാൽ എന്റെ ദിവ്യാസ്ത്രങ്ങളെല്ലാം നശിച്ചു. തന്നോട് തന്നെ വെറുപ്പ് തോന്നിയ വിശ്വാമിത്രൻ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. നിർമ്മലങ്ങളായ ഇന്ദ്രിയങ്ങളോടും ചിത്തത്തോടും കൂടി മഹാതപസ് ചെയ്ത് ബ്രഹ്മത്വം ഞാൻ സമ്പാദിക്കും. രഘുരാമ, വസിഷ്ഠനോട് ശത്രുതയാർന്ന വിശ്വാമിത്രൻ പരാജയം സമ്മതിച്ച് അവിടെ നിന്നും പോയി. പിന്നെ സഹധർമ്മിണിയുമൊത്ത് തെക്കൻ ദിക്കിലേക്ക് പോയി. കാടിനുള്ളിൽ ഘോരമായ തപസ് തുടങ്ങി. കായ്കനികൾ മാത്രം ഭക്ഷിച്ചു. അവിടെ ഭാര്യയുമൊത്ത് താമസിച്ച അദ്ദേഹത്തിന് 4 പുത്രന്മാർ പിറന്നു. ഹവിഷ്യന്തൻ, മധുഷ്യന്തൻ, ദൃഢനേത്രൻ, മഹാരഥൻ എന്നിവരായിരുന്നു അവർ. ഇടയ്ക്കിടെ അദ്ദേഹം ഘോരമായ തപസ്സും ചെയ്തു. വർഷങ്ങൾ 1000 കടന്നുപോയി. വിശ്വാമിത്രന്റെ തപസ്സിൽ ബ്രഹ്മാവ് സന്തുഷ്ടനായി പ്രത്യക്ഷപ്പെട്ടു. കൗശികനന്ദന, രാജർഷി സംഘത്തെ മുഴുവൻ അങ്ങ് തപസ് കൊണ്ട് വിജയിച്ചു. ഉത്തമാവൃത ചര്യയാൽ രാജർഷിയായി അങ്ങെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവന്മാരോടുകൂടി വന്ന ബ്രഹ്മാവ് അവിടെ നിന്നു മറഞ്ഞു. ബ്രഹ്മദേവന്റെ വാക്കുകൾ വിശ്വാമിത്രനെ ലജ്ജിപ്പിച്ചു. തല താഴ്ത്തിക്കൊണ്ട് അപാര ദുഃഖത്തിൽ പറഞ്ഞു, അനേകകാലം ഞാൻ ഉഗ്രതപസ് അനുഷ്ഠിച്ചു. എന്നിട്ടും ദേവേന്ദ്രന്മാരും ഋഷിവര്യന്മാരും എന്നെ രാജർഷിയായിട്ടേ കണക്കാക്കുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. 3 ലോകങ്ങളെയും നശിപ്പിക്കുവാൻ തക്ക കോപം വിശ്വാമിത്രനിൽ ഉണ്ടായെങ്കിലും അതെല്ലാം അദ്ദേഹം മനസ്സിൽ അടക്കി. ആത്മശക്തിയോടെ ആ ധർമാത്മാവ് വീണ്ടും തപസ് തുടങ്ങി. ആ കാലത്താണ് ഇക്ഷ്വാകു വംശത്തിലെ ത്രിശങ്കു എന്ന മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നത്. അത്യുത്തമമായൊരു യജ്ഞം ചെയ്യണമെന്നും ഉടലോടുകൂടി സ്വർഗത്ത് പോകണമെന്നും അദ്ദേഹത്തിൽ ഒരു ചിന്തയുണ്ടായി. രാജവംശാചാര്യനായ ബ്രഹ്മർഷി വസിഷ്ഠനോട് തന്റെ ആഗ്രഹം ത്രിശങ്കു മഹാരാജാവ് പറഞ്ഞു. എന്നാൽ മഹാത്മാവായ മാമുനീശ്വരൻ അത് അസാധ്യം എന്നാണ് മറുപടി പറഞ്ഞത്. തന്റെ ആഗ്രഹത്തെ ആചാര്യൻ തള്ളിപ്പറഞ്ഞപ്പോൾ ത്രിശങ്കു നേരെ പോയത് തെക്കൻ ദിക്കിലേക്കായിരുന്നു. വസിഷ്ഠ ഭഗവാന്റെ പുത്രന്മാർ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. കൊടും തപസ് കൊണ്ട് യശസ്വികളായി തീർന്നിരുന്ന അവരെ വിനയത്തോടെ നമസ്കരിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കുന്നു. മഹാനുഭാവനായ വസിഷ്ഠൻ ഉപേക്ഷിച്ചവനാണ് ഞാൻ. വളരെ വലുതായൊരു യാഗം ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ആചാര്യപുത്രന്മാരായ നിങ്ങളോട് ഞാൻ യാചിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നതിന് നിങ്ങൾ യഥാവിധിയ യാഗം ചെയ്യിക്കണം. ശരീരത്തോടുകൂടി എനിക്ക് സ്വർഗത്ത് പോകണം. ഭഗവാൻ വസിഷ്ഠൻ വിഷമമാണ് പറഞ്ഞത്. നിങ്ങൾക്കല്ലാതെ മറ്റാർക്ക് തന്നെ നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്ഷ്വാകു രാജവംശക്കാർക്ക് ആശ്രയമായിട്ടുള്ളത് വിജ്ഞരായ ആചാര്യന്മാരാണ്. അവരെപ്പോഴും രാജാക്കന്മാരെ ഉദ്ദേശിച്ച കാര്യത്തിലെത്തിക്കുകയും ചെയ്യും. അവർ വിട്ടാൽ പിന്നെ നിങ്ങൾ മാത്രമേ ഗതിയുള്ളൂ. ത്രിശങ്കുവിന്റെ വാക്കുകൾ കേട്ട വസിഷ്ഠ പുത്രന്മാർ 100 പേർക്കും ഉഗ്രമായ കോപമുണ്ടായി. അവർ പറഞ്ഞു, ദുർബുദ്ധിയായ രാജാവേ, സത്യവാദിയായ ഗുരുദേവന്റെ വാക്കുകൾ വിട്ട് മറ്റൊരു ശാഖയിൽ തൂങ്ങുവാൻ ആഗ്രഹിക്കുന്നതെന്തേ? ഇക്ഷ്വാകു വംശത്തിന് ആശ്രയമായിട്ടുള്ളതേ ആചാര്യരാണ് ഞങ്ങൾ. സത്യം മാത്രം പറയുന്ന മഹാത്മാവ് വസിഷ്ഠന് കഴിവില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ നടത്തിത്തരും? ആ വാക്കിനെ തടുക്കുവാൻ ആർക്കാണ് സാധിക്കുക? നരവരനായ അങ്ങേക്ക് ഇത്രയും ബാലിശമായ കാര്യം തോന്നിയതേ നന്നായില്ല. കൊട്ടാരത്തിലേക്ക് പോകൂ. 3 ലോകങ്ങളിലെയും യജ്ഞം ചെയ്യിക്കുവാൻ കരുത്തുള്ളവനാണ് ഭവാൻ. അപമാനമുണ്ടാക്കത്തക്ക കർമ്മം ഞങ്ങൾ ചെയ്യുമോ? അതിന് ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ വാശിയും
അഹംഭാവവും നിറഞ്ഞ രാജാവ് പറഞ്ഞു, എന്റെ ആചാര്യനും പുത്രന്മാരും എന്നെ ഉപേക്ഷിച്ചുവെങ്കിലും ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ഈ വാക്കുകൾ കൂരമ്പുകൾ പോലെയാണ് വസിഷ്ഠ മഹർഷിയുടെ പുത്രന്മാരിൽ കൊണ്ടത്. കോപത്തിന്റെ പാരമ്യത്തിലെത്തിയ അവർ പറഞ്ഞു, നീ ഒരു ചണ്ടാളനായി തീരട്ടെ. ഇങ്ങനെ ശാപവാക്കുകൾ പറഞ്ഞ് അവർ ആശ്രമത്തിലേക്ക് പോയി. കൊട്ടാരത്തിലെത്തിയ രാജാവ് പിറ്റേന്ന് ഉറക്കമുണർന്നപ്പോൾ മറ്റൊരു രൂപത്തിലായിരുന്നു. കറുത്ത നിറം, കറുത്ത വസ്ത്രം, പരുപരുത്തി ചപ്പിയ തലമുടി, ശ്മശാനമാലകൾ, കുറിക്കൂട്ടുകൾ, കാരിരുമ്പാഭരണങ്ങൾ, അറപ്പ് തോന്നിക്കുന്ന ചണ്ടാള വേഷമാണ് പള്ളിയറയിൽ നിന്ന് പുറത്തു വന്നത്. മന്ത്രിമാരും കൊട്ടാരത്തിലെ അന്തേവാസികളും മറ്റു പൗരന്മാരും വികൃത രൂപം കണ്ട് ഓടിയൊളിച്ചു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട രാജാവ് ഏകനായി തീർന്നു. അഹോരാത്രം കത്തിയെരിയുന്ന ഹൃദയത്തോടെ അങ്ങിങ്ങു നടന്ന് ത്രിശങ്കു വിശ്വാമിത്രന്റെ ആശ്രമ സമീപത്തെത്തി. ധൈര്യത്തോടെ തപോനിധിയുടെ അടുത്തേക്ക് ചെന്ന് ചണ്ടാളരൂപിയായ വിശ്വാമിത്രൻ സ്നേഹത്തോടെ നോക്കി. വിശ്വാമിത്രൻ ചോദിച്ചു, അങ്ങേക്കു മംഗളം. മഹാവീരനായ അയോധ്യാധിപ, ശാപത്താൽ ചണ്ടാളനായി തീർന്ന അങ്ങ് എന്തുദ്ദേശിച്ചാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? ത്രിശങ്കു പറഞ്ഞു, എന്നെ ഗുരുവും ഗുരുപുത്രന്മാരും ഉപേക്ഷിച്ചു. ആഗ്രഹം സഫലമാകാതെ ഇങ്ങനെ വികൃത രൂപത്തിലായി തീർന്നു. ഉടലോടെ സ്വർഗത്തു പോകണമെന്നായിരുന്നു എൻ്റെ ആശ. തെറ്റുപറ്റാതെ വളരെ യാഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നുവരെയും അസത്യം പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. എന്നിട്ടും അതിൻ്റെയൊന്നും ഫലം എനിക്ക് സിദ്ധിച്ചില്ല. ഏതു തരത്തിലുള്ള വിഷമം സംഭവിച്ചിട്ടും ക്ഷത്രിയധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഇതെല്ലാം സത്യമാണ്. ധർമ്മത്തിൽ അടിയുറച്ച മനസ്സോടെ മഹായാഗമൊന്നു ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടിട്ടും എൻ്റെ ഗുരുക്കന്മാർ സന്തുഷ്ടരായി തീർന്നില്ല. എല്ലാറ്റിലും മേലെയായി നിൽക്കുന്നത് ഈശ്വരനാണ്. എൻ്റെ കർമ്മങ്ങൾ ദൈവം ഉടച്ചു കഴിഞ്ഞു. ഞാൻ നിരാലംബനായി. മറ്റൊരാളെ ഞാൻ ശരണം പ്രാപിക്കുകയില്ല. മറ്റാരും ശരണവുമില്ല. അവിടുത്തെ പൗരുഷം കൊണ്ട് ദൈവവിധിയെ പിന്തിരിപ്പിക്കണമേ. ത്രിശങ്കുവിന്റെ വാക്കുകൾ കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, അങ്ങ് ഏറ്റവും ധാർമ്മികനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അഭയം തരാം. ഭയപ്പെടേണ്ട. പുണ്യ കർമ്മനിരതനായ മഹർഷിമാരെ ഞാൻ ക്ഷണിക്കാം. യജ്ഞനിർവഹണത്തിന് അവരെല്ലാവരും സഹായിക്കും. ഗുരുവിന്റെ ശാപം മൂലമുണ്ടായ ഈ വികൃത രൂപത്തോടു കൂടി തന്നെ സ്വർഗത്തേക്ക് പോകാം. ഈ ഗാധീനന്ദനനെ അങ്ങ് ശരണം പ്രാപിച്ചതോടുകൂടി സ്വർഗം അങ്ങയുടെ കയ്യിലെത്തിയെന്ന് വിശ്വസിച്ചോളൂ. ഉടനെ തന്നെ വിശ്വാമിത്രൻ പുത്രന്മാരോട് യജ്ഞത്തിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തുവാൻ പറഞ്ഞു. അദ്ദേഹം എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു പറഞ്ഞു, വത്സന്മാരെ, എൻ്റെ ആജ്ഞയനുസരിച്ച് എല്ലാ ഋഷിവര്യന്മാരും ശിഷ്യരോടും സുഹൃത്തുക്കളോടുമൊത്ത് വിജ്ഞരായ ഋത്തുക്കുകളെയും കൊണ്ടുവരിക. എൻ്റെ ക്ഷണത്തെ അനാദരിച്ച് അത് ആര് തന്നെയായാലും പറഞ്ഞത് അതേപടി സത്യമായി എന്നോട് പറയണം. ഗുരുനാഥന്റെ കൽപ്പന കേട്ട് ശിഷ്യന്മാരെല്ലാം എല്ലാ ദിക്കിലേക്കും എത്തി എല്ലാവരെയും ക്ഷണിച്ചു. എന്നിട്ട് ശിഷ്യന്മാർ വിശ്വാമിത്രന്റെ മുന്നിലെത്തി പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് പറഞ്ഞതുപോലെ ചെയ്തു. മഹോദയത്തിലുള്ളവരെ ഒഴികെ എല്ലാവരും വരുന്നുണ്ട്. മഹോദയത്തിലെ വാസികൾ 100 പേർ വസിഷ്ഠപുത്രന്മാരാണ്. അവർ പറഞ്ഞു, യജ്ഞയജമാനനായ ക്ഷത്രിയൻ, വിശേഷ വിധിയാർന്നൊരു ചണ്ടാളൻ, ആ സദസ്സിൽ നിന്ന് ദേവന്മാരും ഋഷിവര്യന്മാരും എങ്ങനെയാണ് ഹവിസ് ഭക്ഷിക്കുക? മഹാത്മാക്കളായ ബ്രാഹ്മണർ ചണ്ടാളന്റെ ഭക്ഷണം കഴിച്ചാൽ വിശ്വാമിത്രന്റെ രക്ഷ കൊണ്ട് സ്വർഗത്തിലെത്തുമോ? ശിഷ്യന്മാരുടെ വാക്കുകൾ കേട്ടപ്പോൾ വിശ്വാമിത്രന്റെ കണ്ണുകൾ ചുവന്നു, അധരങ്ങൾ വിറച്ചു.
നിർദോഷിയായി നിന്ന് ഉഗ്ര തപസ്സു ചെയ്ത എന്നെ ദുഷിക്കുന്നവൻ ഭസ്മമായി പോകും, സംശയമില്ല. ഇപ്പോൾ തന്നെ കാലപാശത്താൽ ബന്ധിതരായിരിക്കുന്ന ആ ജീവാത്മാക്കൾ 700 ജന്മം നായുടെ മാംസം കഴിക്കുന്നവരും ക്രൂരന്മാരുമായ മൃഷ്ടികൾ എന്ന് പേരുള്ളവരായി തീരട്ടെ. വികൃതനും വിരൂപികളുമായി പാരിടത്തിൽ അലഞ്ഞു നടക്കട്ടെ. ദുർബുദ്ധിയായ മഹോദയൻ ദോഷരഹിതനായ എന്നെ ദുഷിച്ചതിനാൽ സർവരാലും നിന്ദിതനായൊരു കാട്ടാളനായി തീരും. അവൻ അനേകകാലം ഗതി കിട്ടാതെ അലയും. ഇത്രയും പറഞ്ഞ ശേഷം മുനിമധ്യത്തിൽ വിശ്വാമിത്രൻ പതിയെ ശാന്തനായി. മഹോദയന്മാരായ വസിഷ്ഠപുത്രന്മാരെ തപോബലത്താൽ ഇപ്രകാരം നാശത്തിലേക്ക് ആഴ്ത്തിയ വിശ്വാമിത്രൻ മുനിജന മധ്യത്തിൽ നിന്ന് വീണ്ടും പറഞ്ഞു: ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച അയോധ്യാധിപതിയാണ് എന്നെ അഭയം പ്രാപിച്ച് ഉടലോടെ സ്വർഗത്തു പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായി തീരത്തക്ക വിധം നിങ്ങളെല്ലാവരും എന്നോടൊന്നിച്ച് ഒരു യജ്ഞം നടത്തണം. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട മുനീന്ദ്രന്മാർ ആലോചനയായി. അവർ പരസ്പരം പറഞ്ഞു: ഇദ്ദേഹം അതികോപിഷ്ഠനാണ്. പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കർത്തവ്യം. അല്ലെങ്കിൽ നമ്മെ മുഴുവൻ ശപിക്കും. അതുകൊണ്ട് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നത് പോലെ ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് വിടാനുള്ള യാഗം നടത്താം. അങ്ങനെ യാഗങ്ങൾ ആരംഭിച്ചു. എന്നാൽ യാഗത്തിന്റെ പങ്കു കൈപ്പറ്റാൻ ദേവന്മാർ എത്തിയില്ല. വിശ്വാമിത്രന് കോപമുണ്ടായി. അദ്ദേഹം ഹോമദ്രവ്യം അഗ്നിയിലേക്ക് ഒഴിക്കുന്ന തവി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു: ഹേ മഹാരാജാവേ, ഞാൻ സമ്പാദിച്ച തപസ്സിന്റെ ശക്തി കാണൂ. ഈ ശരീരത്തോടുകൂടി ഞാനിതാ അങ്ങയെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. അങ്ങ് ആകാശത്തേക്ക് പോയാലും. വിശ്വാമിത്രൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും മാമുനിമാർ നോക്കി നിൽക്കെ ത്രിശങ്കു മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. മുകളിലേക്ക് ഉയർന്നു വരുന്ന ത്രിശങ്കുവിനെ കണ്ട് ദേവേന്ദ്രൻ മറ്റു ദേവന്മാരോട് കൂടി വന്ന് ത്രിശങ്കുവിനെ നോക്കി പറഞ്ഞു: ത്രിശങ്കു, മടങ്ങിപ്പോകൂ. സ്വർഗലോകവാസത്തിന് അങ്ങ് യോഗ്യനല്ല. ഗുരുവിന്റെ ശാപം കിട്ടിയവനാണ് അങ്ങ്. ഹേ മൂഢനായ രാജാവേ, തലകീഴായി ഭൂമിയിലേക്ക് പതിക്കട്ടെ. ദേവേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ത്രിശങ്കു തലകീഴായി മറിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി. എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് ദയനീയമായി പ്രാർത്ഥിച്ചപ്പോൾ കോപത്തിന്റെ പാരമ്യത്തിലെത്തിയ വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ നോക്കി നിൽക്കെന്ന് കൽപ്പിച്ചു. മറ്റൊരു ബ്രഹ്മാവിനെ പോലെ കൈ ഉയർത്തി വിശ്വാമിത്രൻ മുനിമാരുടെ മധ്യത്തിൽ അങ്ങനെ നിന്നു. ആകാശത്ത് തെക്കേ ദിക്കിൽ അത്ഭുതകരമായൊരു നക്ഷത്ര മണ്ഡപം തെളിഞ്ഞു വന്നു. സപ്തർഷി നക്ഷത്രങ്ങളോട് കൂടിയ ആകാശത്ത് വേണ്ടതെല്ലാം സൃഷ്ടിക്കുവാൻ തക്ക കോപാവേശത്താൽ വിശ്വാമിത്രൻ പറഞ്ഞു: മറ്റൊരിന്ദ്രനെ ഞാനിതാ സൃഷ്ടിക്കുന്നു. ഇനി ഈ ലോകത്തിന്റെ ഇന്ദ്രൻ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നവനാണ്. ഇത്രയും പറഞ്ഞ് പുതിയ ദേവന്മാരെ വിശ്വാമിത്രൻ അതികോപത്തോടെ സൃഷ്ടിക്കാൻ തുടങ്ങി. സ്വർഗലോകത്തെ ദേവന്മാരെല്ലാം പരിഭ്രാന്തരായി വിശ്വാമിത്രന്റെ മുന്നിൽ വന്നു. അവർ വിനയത്തോടെ വിശ്വാമിത്രനോട് അപേക്ഷിച്ചു: മഹാനായ മാമുനി, ഈ ത്രിശങ്കു രാജാവ് ഗുരുവിന്റെ ശാപം കിട്ടിയ ക്ഷയിച്ചവനാണ്. പെണ്ണിലേക്ക് വരാൻ അർഹനല്ല. അത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ കനത്ത സ്വരത്തിൽ പറഞ്ഞു: ദേവന്മാരെ, നിങ്ങൾക്ക് മംഗളം. രാജാവായ ഈ ത്രിശങ്കുവിനെ ഉടലോടുകൂടി സ്വർഗത്ത് കയറ്റാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. അതൊരിക്കലും തെറ്റുകയില്ല. നക്ഷത്ര മാമലകളോടുകൂടിയ ഈ ആകാശം ഭൂമി ഉള്ളിടത്തോളം കാലം അനശ്വരമായി നിൽക്കട്ടെ. ഞാൻ സൃഷ്ടിച്ച ഈ ലോകത്തിൽ ഉടലോടുകൂടിയ ത്രിശങ്കു യഥേഷ്ടം വാഴട്ടെ. എല്ലാ ദേവന്മാരും ഇത് സമ്മതിക്കുവിൻ. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട ദേവന്മാർ പറഞ്ഞു: അങ്ങ് പറയുന്നത് പോലെയാകട്ടെ.
ജ്യോതിചക്രവാളത്തിനപ്പുറത്ത് അനേകായിരം താരങ്ങളോടുകൂടിയ ഈ ലോകം നിലനിൽക്കട്ടെ. ആ നക്ഷത്രങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ഒന്നായി തീർന്ന് സൂര്യതുല്യനായി ത്രിശങ്കു തലകീഴായി നിൽക്കട്ടെ. ഈ രാജാവിനെ ഈ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം അനുയാനം ചെയ്യും. അങ്ങനെ ബ്രഹ്മലോകവാസിയായ ഒരുവനെ പോലെ ത്രിശങ്കു വസിക്കട്ടെ. എല്ലാ ദേവന്മാരും ഋഷിമാരും വിശ്വാമിത്രനെ വണങ്ങി. ശാന്തനായ അദ്ദേഹം നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം നടക്കട്ടെ എന്ന് സമ്മതം മൂളി. അതിനുശേഷം എല്ലാ ദേവന്മാരും ഋഷികളും പിരിഞ്ഞുപോയി. വിശ്വാമിത്രന്റെ ശിഷ്യഗണങ്ങൾ അവിടെ അവശേഷിച്ചു. ജനകയജ്ഞവേദിയിലിരുന്ന ശതാനന്ദ മുനി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, രാമ, അവിടം വിട്ടുപോയ മുനീന്ദ്രന്മാരോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഈ തെക്കേ ദിക്കിലിരുന്ന് തപസ് ചെയ്തത് കൊണ്ടാണ് വലിയ വിഘ്നങ്ങൾ ഉണ്ടായത് അതെല്ലാം വന്നു ചേർന്നത്. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. വളരെ മഹത്തായ ഒരു തപോവനമുണ്ട് പടിഞ്ഞാറേ ദിക്കിൽ. പുഷ്കരമെന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നമുക്ക് അവിടെ ചെന്ന് തപസ് ചെയ്യാം. പുഷ്കര സമീപത്തു ചെന്ന് വിശ്വാമിത്രൻ കായും കനിയും മാത്രം ഭക്ഷണമാക്കി കഠിനമായ തപസ് തുടങ്ങി. അയോധ്യാധിപതിയായി തീർന്ന അംബരീഷൻ എന്ന രാജാവ് അക്കാലത്താണ് അതിപ്രധാനമായൊരു യാഗം ചെയ്യുവാൻ ആരംഭിച്ചത്. എന്നാൽ ദേവേന്ദ്രൻ ആ യാഗത്തിനുള്ള യജ്ഞപശുവിനെ കട്ടുകൊണ്ടുപോയി.